ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 3 ബെഡ്റൂം ബഡ്ജറ്റ് വിൻഡോ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3,850 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1,600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം 10 കിലോമീറ്ററാണ്. കൂടാതെ ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1.5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 800 മീറ്ററുമാണ്. 100% നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കണ്ടംപററി സ്റ്റൈൽ എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. 5 മീറ്റർ അധികം വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വെച്ച വലിയ വഴി തന്നെയാണ് വീടിന് മുന്നിലായി കാണുന്നത്. ടെക്സ്ചർ വർക്കുകൾ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു ചുറ്റുമതിലും ഇവിടെ നമുക്ക് കാണാം. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു SUV കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. കാറിന് പുറമെ ബൈക്കും മറ്റുമുള്ളവർക്കായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഈ വീടിന് മുന്നിലായി നമുക്ക് കാണാനാവുന്നുണ്ട്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. 2-3 പേർക്ക് ഇരിക്കാവുന്നത്ര വലിപ്പത്തിലുള്ള മുഴുവനായി ഗ്രാനൈറ്റിൽ തീർത്തൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 പാളികളിലായി നല്ലൊരു ഡിസൈൻ നൽകിയിരിക്കുന്ന മെയിൻ ഡോർ ഇവിടെ നമുക്ക് കാണാം. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വളരെ വിശാലമായൊരു ലിവിംഗ് ഏരിയ തന്നെയാണ്. വളരെ സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിന്റെ ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഏകദേശം 16 അടിയോളം നീളത്തിലാണ് ഈ വീടിന്റെ ലിവിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നമുക്ക് കാണാം. വിനീറൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിന്റെ ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലൂവർ പാനൽസ് ഒക്കെ കൊടുത്ത് സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സോട് കൂടി വളരെ മനോഹരമാക്കി തന്നെ ഇവിടെ വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഹാങ്ങിങ് ലൈറ്റൊക്കെ നൽകി വളരെ മനോഹരമാക്കി തന്നെയാണ് ഈ വീടിന്റെ കിച്ചണിലേക്കുള്ള എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിന്റെ കിച്ചൺ ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും വാസ്തുപരമായി തന്നെയാണ് ഈ വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൃത്യമായി കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റൗ വരുന്ന രീതിയിൽ തന്നെയാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. നാനോ വൈറ്റ് ടൈൽസ് ആണ് ഇവിടെ കിച്ചൺ ടോപ്പായി യൂസ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയ ആവശ്യമുള്ളവർക്ക് തീർച്ചയായും ഇവിടെ ആഡ് ഓൺ ചെയ്തെടുക്കാനുള്ള സൗകര്യവും ബിൽഡർ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 3 പാളിയിലുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു പ്ലെയിൻ സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. അടുത്തതായി നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. മുഴുവനായി തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തീർത്തിരിക്കുന്ന ഒരു ഹാൻഡ് റെയിലാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇതേപോലെ ചെറിയൊരു ലിവിംഗ് സ്പേസ് ആണ്. മനോഹരമായി തന്നെ സീലിംഗ് വർക്കൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് നേരെ ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്കൊന്ന് കടന്നു ചെല്ലാം. സ്ലിപ്പാവാത്ത വിധം മാറ്റ് ടൈലുകളാണ് യൂട്ടിലിറ്റി ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ വീടിനോട് കൂടെ വാർത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ആവശ്യത്തിന് വെന്റിലേഷൻ നൽകിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. സ്റ്റംപ് ലൈറ്റ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമുക്കിനി വീട്ടിലെ 3ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 2 പാളികളുള്ള ഒരു വലിയ വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ മിനിമലിസ്റ്റിക് ആയി തന്നെ ഇവിടെ നല്ലൊരു സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്.
2 പാർട്ടുകളായി തിരിച്ചൊരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് കബേഡായും ഒന്ന് ഓപ്പൺ സ്പേസുമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്തെടുക്കുന്നതിനായി നല്ലൊരു സ്പേസ് തന്നെയാണ് ഈ വീടിന്റെ സെക്കൻഡ് ബാൽക്കണി. ഈ വീടിന്റെ എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 3,850 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1,600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 63 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.